നമ്മൾ ഏതൊരാളും ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുന്നൊരു കാര്യം നമ്മുടെ വീടിന് ഏറ്റവും നല്ല സിമെൻറ്റ് അതുപോലെ തന്നെ ഏറ്റവും നല്ല കമ്പി യൂസ് ചെയ്ത് പണിയണം എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചിലരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ കമ്പി അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ സിമെൻറ്റ് ഇട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും. ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏറ്റവും നല്ല കമ്പി അല്ലെങ്കിൽ ഏത് കമ്പി ഉപയോഗിച്ചാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ബെനു വർഗീസ്, വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ പലതരം കമ്പികൾ അവൈലബിൾ ആണ്. അതായത് പല ഗ്രേഡിലുള്ള കമ്പികൾ അവൈലബിൾ ആണ്. അതായത് നമ്മൾ അയൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് FE എന്നുള്ളത്. FE 450, FE 500, FE 550, അതുപോലെ തന്നെ FE 600 എന്നുള്ള നിലയിൽ ഒരു 3-4 ലെവൽ ഓഫ് അയൺ നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നിനും ഓരോ രീതിയിലുള്ള പ്രോപ്പർട്ടീസാണ് നമുക്ക് വരുന്നത്. FE 415, FE 500, FE 550, FE 600 അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ഓരോ ക്ലാസ്സിലും ഓരോ ടൈപ്പ് ഓഫ് അയൺ ബാസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. FE 415 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 415 മെഗാ പാസ്കൽ സ്ട്രെങ്ത് അത് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. FE 500 എന്ന് പറഞ്ഞാൽ 500 മെഗാ പാസ്കൽ സ്ട്രെങ്ത് അത് ക്വാണ്ടിറ്റി ചെയ്ത് കഴിയുമ്പോൾ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. FE 550 എന്ന് പറയുമ്പോൾ 550 മെഗാ പാസ്കൽ സ്ട്രെങ്ത് അത് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ആ അയൺ യൂസ് ചെയ്ത് ക്വാണ്ടിറ്റി ചെയ്ത് കഴിയുമ്പോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. FE 600 എന്ന് പറയുമ്പോൾ 600 മെഗാ പാസ്കൽ സ്ട്രെങ്ത് അത് വെച്ച് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ആ കമ്പി വെച്ച് യൂസ് ചെയ്യുമ്പോൾ ആ സ്ട്രെങ്ത് വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്ട്രെങ്ത് അനാലിസിസ്. നമുക്ക് ഇനി ഇപ്പം ഞാൻ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു. FE 415, FE 500, FE 550 എന്നൊക്കെ ഉള്ളത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് നമ്മൾ നമ്മുടെ കോൺക്രീറ്റിങ്ങിൽ കമ്പി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പല തരം കമ്പികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പക്ഷേ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് PCC, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. രണ്ടാമത്തേത് RCC, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. നമ്മൾ കമ്പി ഇട്ട് വാർക്കുന്നതിനാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു കോൺക്രീറ്റിനകത്ത് നമുക്ക് മെറ്റലുണ്ട്, സാൻഡുണ്ട്, സിമെൻ്റുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ കമ്പിയും കൂടെ ആഡ് ചെയ്യുന്നു. എന്താണ് കമ്പിയുടെ ഒരു പ്രോപ്പർട്ടി ഈ കോൺക്രീറ്റിനകത്ത്, അല്ലെങ്കിൽ എന്താണ് കമ്പിയുടെ ആവശ്യകത? നമുക്ക് ലോഡുകൾ എന്ന് പറയുന്നത് 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് കംപ്രസീവ് ലോഡ്, രണ്ടാമത്തത് ടെൻസൈൽ ലോഡ്. കംപ്രസീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കംപ്രസീവായിട്ട് വരുന്ന വെയ്റ്റിൻ്റെയാണ് ആ ലോഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കംപ്രസീവ് സ്ട്രെങ്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ, അതായത് മെറ്റലും സാൻഡും സിമെൻറ്റും ഇട്ടുണ്ടാക്കുന്ന കോൺക്രീറ്റ് ആ കംപ്രസീവ് സ്ട്രെങ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പക്ഷേ ടെൻസൈൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടറിലേക്ക് പോകുന്ന ലോഡ് അല്ലെങ്കിൽ വലിഞ്ഞ് നിൽക്കുന്ന ലോഡ്, അത് ഒരിക്കലും നമുക്ക് നമ്മുടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എടുക്കത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കമ്പി ഉപയോഗിക്കുന്നത്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിക്കാം, എൻ്റെ ഈ ടേബിളാണ്, അതായത് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള എൻ്റെ ഈ ടേബിളാണ് നമ്മുടെ റൂഫ് സ്ലാബ് എന്ന് വിചാരിക്കുക. ഇതിനകത്ത് നമുക്ക് ഈ സെൻറ്റർ പോർഷനിൽ ടെൻസൈൽ ലോഡ് വരും. അതായത് പുറത്തേക്കുള്ള, ഇത് വലിയൊരു സ്പാനിലുള്ള റെക്റ്റാങ്കുലർ സ്ലാബ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള ടെൻസൈൽ സ്ട്രെങ്ത് നമ്മുടെ ഈ ടേബിളിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരും. അതൊരിക്കലും ഒരു പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിന് താങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ടെൻസൈൽ സ്ട്രെങ്ത് താങ്ങണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അയൺ ബാസ് ഉണ്ടെങ്കിൽ, അതായത് FE 415 അല്ലെങ്കിൽ FE 550 അല്ലെങ്കിൽ ഏത് ഗ്രേഡിലുള്ള അയൺ ബാറുകൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ലോഡുകൾ നമുക്ക് താങ്ങാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ റെക്റ്റാങ്കുലർ പോർഷൻ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കോൺക്രീറ്റ് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. നമ്മളുടെ സ്ലാബ്, അതിപ്പോൾ ഷെയ്ഡ് ആയിക്കോട്ടെ, ഏത് തരം സ്ലാബ് ആയിക്കോട്ടെ, അതിന് ഇപ്പോൾ കമ്പി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമായി കാണും. നമുക്ക് അത് സ്ട്രക്ചറൽ അനാലിസിസ് കൂടി ആണ് തീരുമാനിക്കുന്നത് ഏത് തരം ബാറുകൾ ഉപയോഗിക്കണം, എത്ര എണ്ണം ഉപയോഗിക്കണം, എത്ര സ്പേസിങ്ങിൽ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, നമുക്ക് പലതരം
FE 415, 500, 550, 600 എന്നീ പല പല ഗ്രേഡിലുള്ള കമ്പികളുണ്ടെന്ന്. നമുക്കിനി ഇത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. FE 415 നേരത്തെ തൊട്ട് അവൈലബിൾ ആയിട്ടുള്ള കമ്പികളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് പർപ്പസ്, അതായത് വീട് വെക്കാൻ, ഹൗസിംഗ് പർപ്പസിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. FE 500 അതായത് വലിയ സ്ലാബുകൾ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. FE 550 ഇതുപോലെ തന്നെ വലിയ സ്പാനിലുള്ള സ്ലാബുകൾ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്, ബ്രിഡ്ജസ് അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. FE 600 ഇൻഡസ്ട്രിയൽ പർപ്പസ്, ലോങ് സ്പാൻ ബ്രിഡ്ജസ് അങ്ങനത്തെയുള്ള സ്ട്രക്ചേഴ്സിന് വേണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കബിലിറ്റിക്കകത്ത് പോലും നമുക്ക് വ്യത്യാസമുണ്ട്, വിലയിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു FE 415 415 MPa സ്ട്രെങ്ത് ആണ് അത് അച്ചീവ് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പം എന്നുള്ളത്. അതിൻ്റെ വർക്കബിലിറ്റി, അതായത് അത് ഫ്ലെക്സിബിൾ ആണോ, അല്ലെങ്കിൽ അത് നമുക്ക് ബെൻഡ് ചെയ്യാനും ഒക്കെ ആണെങ്കിൽ 415 എളുപ്പമായിരിക്കും. 500 വരുമ്പോൾ ഇച്ചൂടെ ടഫായിരിക്കും ബെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. FE 550 വരുമ്പോൾ പിന്നെയും ടഫായിരിക്കും, വർക്കബിലിറ്റി ഇച്ചൂടെ പാടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങൾ നമുക്ക് ഓരോ ഗ്രേഡിലും നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മളുടെ വീടുകൾക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യം? ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു FE 500 അല്ലെങ്കിൽ മാക്സിമം FE 550 വരെയുള്ള ഗ്രേഡിലുള്ള കമ്പികൾ നമുക്ക് നമ്മുടെ വീടിന് ചൂസ് ചെയ്യാം. FE 500 എന്ന് നമ്മൾ വെച്ചാൽ മതി. കാരണം നമ്മുടെ ഒരു ലോങ് സ്പാന് ഉള്ള ബീമുകളായിക്കോട്ടെ, സ്ലാബുകളായിക്കോട്ടെ എന്നിവയ്ക്കൊക്കെ തന്നെ FE 500 ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. അത് വീടുകൾക്ക് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു FE 500 എന്ന് പറയുന്ന കമ്പി ഏറ്റവും നല്ല ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡാണ്. FE 415 ആണെങ്കിലും തിരക്കേടില്ല. നമുക്ക് നേരത്തെ എല്ലാം തന്നെ FE 400 ഒരു 2-3 വർഷങ്ങൾക്കൊക്കെ ഏറ്റവും പോപ്പുലറായിട്ടിരുന്ന ഒരു ഗ്രേഡാണ് FE 415 എന്നുള്ളത്. കുറച്ച് കാലങ്ങളായതേ ഉള്ളൂ FE 500 അതുപോലെ FE 550 FE 600 ഒക്കെ ഇപ്പം കോമൺ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം FE 500 FE 550 ഒക്കെ തന്നെ വലിയ രൂപയുടെ വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ വീടിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് FE 500 അല്ലെങ്കിൽ ഒരു FE 550 വരെ നമുക്ക് പോകാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്, നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏത് സ്റ്റീൽ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ പർപ്പസ് അറിഞ്ഞ് വേണം നമ്മൾ നമ്മുടെ അയൺ ബാസ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉള്ളത്. FE 500 അല്ലെങ്കിൽ FE 550 നമുക്ക് വീട് പണികൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് പറയാൻ വേറെ ഒരു കാരണങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ എലോങ്ങേഷൻ ഗ്രേഡ് FE 415 എലോങ്ങേഷൻ ഗ്രേഡ് ഇച്ചിരി കൂടുതലായിരിക്കും. FE 500 FE 550 ഒക്കെ എലോങ്ങേഷൻ ഗ്രേഡ് ഇച്ചിരി കുറവായിരിക്കും. അതുകൊണ്ടൊപ്പം തന്നെ FE 600 വളരെ കുറവായിരിക്കും. നമുക്ക് FE 600 ഒന്നും നമുക്ക് ആവശ്യങ്ങൾ വരുന്നില്ല. കാരണം അത് ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ലെങ്കിൽ വലിയ കൊമേഴ്ഷ്യൽ വലിയ പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് അതിന് യൂസ് ഉള്ളൂ. FE 500 FE 550 ആയിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരു വീട് പണിയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഒരു കമ്പിയും അതോടൊപ്പം തന്നെ നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കും. ഒത്തിരിയധികം കമ്പനികൾ നമുക്ക് FE 500 അല്ലെങ്കിൽ FE 550 ഗ്രേഡിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റീഇൻഫോഴ്സ്മെൻറ്റ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സെലക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ഓരോ ഇതിനും നമുക്ക് ഒത്തിരിയധികം ഡിഫറൻസ് ഉണ്ട്, റേറ്റുകളിൽ വ്യത്യാസമുണ്ട്. നേരത്തെ ഞാൻ പറയുകയുണ്ടായി ഈ എലോങ്ങേഷൻ്റെയൊക്കെ പ്രസക്തി എന്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ ഒരു കോൺക്രീറ്റിന് നമുക്ക് ഇന്ന് ഒരിടത്ത് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരിയധികം കംപ്രസീവ് സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും ഒരേപോലെ ആക്ട് ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ചില സമയങ്ങളിലൊക്കെ തന്നെ പകൽ വളരെ നല്ല ചൂട്, വൈകുന്നേരങ്ങളിൽ വളരെ നല്ല തണുപ്പ് ഒക്കെ ഉള്ളൊരു നാടാണ്. അപ്പം എലോങ്ങേഷനും കോൺട്രാക്ഷനും വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒത്തിരിയധികം എലോങ്ങേഷന് ഇല്ലാത്ത കമ്പികളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടും. അതുകൊണ്ട് തന്നെ FE 500 അല്ലെങ്കിൽ FE 550 ഒക്കെ തന്നെ നമ്മുടെ വീടിന് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഉതകുന്ന ഒരു ഗ്രേഡായിരിക്കും. നമ്മളുടെ വീട് പണിക്ക് ഏത് തരം കമ്പി സെലക്ട് ചെയ്യണം എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കമൻറ്റ് ചെയ്യുക. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട് വീട് വിചാരം. താങ്ക് യു.